ക്യാൻറ്റീൻ, ഇത് ക്യാമ്പസ്. ഇത്രയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന മറ്റൊരു ക്യാമ്പസ് ഈ കോളേജ് കേരളത്തിലെ കാണുമല്ലോ എന്ന് എനിക്ക് നിർബന്ധമില്ല. വേണേ കക്കൂസ് പോയിട്ട് കാഷ്വാലിറ്റി പോയാലും മതി. എന്തായാലും എല്ലായിടത്തും കയറി ഇറങ്ങേണ്ടി വരും. പിന്നെ ആദ്യം അവിടെ പോകും. സഹോദരി കമ്മല് കൊള്ളാം കേട്ടോ. കഴിച്ചത് ഷവർമ്മ. അപ്പൊ എത്ര ഷവർമ്മ കഴിച്ചു? ഒരു 3:45 ഷവർമ്മ കഴിച്ച ആളായി കിടക്കണത്. അക്കാലായിപ്പില്ല. രണ്ടിന് പോണോ? രണ്ടിന് പോകാൻ തോന്നി നിങ്ങളെ നാട്ടിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ കാര്യം ചെയ്തു. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് അസുഖം തോന്നില്ല. റെസ്റ്റ് എടുത്താൽ മാത്രം മതി. ചികിത്സയ്ക്ക് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കാം. വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. തൊട്ടടുത്തൊരു ക്യാൻറ്റീനുണ്ട്. അവിടെ ചൂട് കഞ്ഞി വാങ്ങിച്ച് ഉപ്പിട്ടാൻ കൊടുത്താൽ മതി. ഇല്ല, കഞ്ഞി നടന്ന് ഇങ്ങനെ വരും. പയ്യെ എല്ലാം അധികം കൊടുക്കണ്ടേ? അപ്പൊ പൊറോട്ട അടിക്കാൻ സമയമായി. ഒന്ന് വന്നേ. കഞ്ഞിയാണെന്ന് മനസ്സിലായി. പൊറോട്ട അടി സമയമായി. എന്താ ഇത്? നാളെ പൊറോട്ട നല്ല കമ്മല്. രണ്ട് കഞ്ഞി. ഒരു കഞ്ഞിയാണ്. ഞാൻ തന്നെ പോയി എടുത്തോണ്ട് വേറെ ആളില്ല. അതിലോട്ട് ചുമക്ക് പ്രയോജനം. തൊട്ട് നോക്കാനാ? ആ ചാലക്കുഴി ഇറങ്ങി ഷാപ്പുണ്ട്, അവിടെ പോയാൽ മതി. അതൊക്കെ പണ്ട്. ഇപ്പോഴും നമുക്ക് ഇവിടുന്ന് കൊടുക്കണം ഇതാണ്. ഒരു കഞ്ഞിക്ക് ഒരു ORS പാക്കറ്റ്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആവശ്യമില്ല. അന്നേരം കലക്കി കുടിക്കുക. അല്ലെങ്കിൽ അവിടെ ഡോക്ടർ ഉണ്ടല്ലോ പറഞ്ഞു തരും. ഇവിടെയാണ് ആ സ്റ്റോക്ക് തന്നിട്ടുള്ളത്. അപ്പോഴ് ഇന്ന് അർദ്ധരാത്രി 12 മണി വരെ 50 രൂപ കൊടുത്താൽ അത് കഴിഞ്ഞാല് 30% കൂടെ സർചാർജ് ഉണ്ട്. കറണ്ട് ചാർജ് കൂട്ടി. പറഞ്ഞുതരാം. ഒരു 70 പൈസയോടെ കൂടും. പെട്രോളിന് ചാർജ് കൂട്ടി. ഇങ്ങനെ നമ്മൾ ഓരോരുത്തർ കൂട്ടുമ്പോഴും കൂട്ടിക്കൊണ്ടിരുന്നാലേ ജനങ്ങൾ ശ്വാസം വരും. സഹോദരി ഇപ്പൊ വേണം വാങ്ങിക്കണം. 12 മണി കഴിഞ്ഞാൽ 30% സർചാർജ്. ചെയ്യാൻ തുടങ്ങണേ ഉള്ളൂ. നല്ലൊരാട്ടെ പോരാ. ഉപ്പ് കുറച്ചുകൂടെ വരട്ടെ. വർക്ക് നടക്കണം. വർക്ക് നടക്കണ്ട. സവാരി പൈസ പൊട്ടിത്തെറിച്ചൊന്നും പോവില്ല. അത് പെട്രോൾ വീണ്ടും വില കൂടും. തിരിച്ചിട്ട് വരണം. പൊറോട്ട ബീഫ് സ്പെഷ്യൽ ഉണ്ട്. ഇതെന്തോന്നാണിത്? ഒരു പൊറോട്ടയ്ക്കുള്ള സാധനമാണ് ഈ പോണെന്ന് നോക്കണം. സൂക്ഷിച്ചൊക്കെ എടുക്കണ്ടേ? മോർണിംഗ്. ഇത് ഈ
അവിടെയാണ് കാഷ്വാലിറ്റി. ഡോക്ടർമാരെയൊക്കെ അവിടെയാണ് പോയി കാണേണ്ടത്. സാറിനെ കാണാനാ വന്നേ? എന്താ കാന്റീൻ ഇവിടെ കാന്റീൻ ഇത് തന്നെ. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ലൈറ്റ് ആയിട്ടുള്ള കളർ മുതല് ഡാർക്ക് ആയിട്ടുള്ള കളർ വരെ ഏത് കളർ വേണമെങ്കിലും അപ്പൊ നമുക്ക് സാർ തെരഞ്ഞെടുത്തു. അല്ല എനിക്ക് നല്ല ആപ്പിൾ റെഡ് വേണം. ആപ്പിൾ റെഡ് ഉണ്ട്. ആപ്പിൾ റെഡ് ഉണ്ട്. ആപ്പിൾ റെഡ് പിന്നെ ഓറഞ്ച് ബ്ലൂ ഉണ്ട്. ബ്ലൂ ഓറഞ്ച് ഉണ്ട്. പിന്നെ സ്ട്രോബെറി ബ്ലാക്ക് ഉണ്ട്. സ്ട്രോബെറി ബ്ലാക്ക് ഉണ്ട്. പിന്നെ ബനാന വൈറ്റ് ഉണ്ട്. ബനാന വൈറ്റ് വേണം. ബനാന വയലറ്റ് വേണം. ബനാന വയലറ്റ് ഉണ്ട്. വയലറ്റ് ഉണ്ട്. രണ്ടും. അപ്പൊ പിന്നെ മറൂണ്. കാരണം നമ്മള് ഇത് നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? ഫ്രൂട്ട്സിന് കളർ അടിക്കാൻ ആണല്ലോ. ഇവിടെ പെയിന്റ് അടിക്കാൻ പെയിന്റ് അടിക്കാനോ? ഫ്രൂട്ട്സിന് കളർ അടിക്കാൻ നമ്മളിവിടെ നല്ല ചില്ല അലമാരയിൽ ഇതെല്ലാം വയ്ക്കാൻ പോയത് 1.5 വർഷം ഇരിക്കണം. അപ്പെക്സ് അൾട്ടിമ തന്നെ വേണം. 1 വർഷത്തെ ഗ്യാരണ്ടി. അപ്പെക്സ് അൾട്ടിമ. വായനേ വിട പൂപ്പലേ വിട. അത് കഴിഞ്ഞ എന്നേക്കും വിടാം. അതാണ് അത് തന്നെ വേണം. ഇതിന്റെ ഇതിൽ തൽക്കാലം കളർ വേണ്ട സാർ. നമുക്ക് ഈ മൊരിഞ്ഞിരിക്കുന്ന ഒരു കളർ, ഒരു ഡാർക്ക് കളർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മൊരിഞ്ഞ് കണ്ണാച്ചിലേക്ക് അത് കഴിച്ചു കഴിയുമ്പോൾ ആൾക്കാർ തന്നെ മൊരിഞ്ഞോളും. അതുപോലെ പ്രത്യേകിച്ച് അതിന്റെ കളർ വേണ്ട. എന്നാ പെട്ടെന്ന് ആവട്ടെ, സമയം പോകണം. നമ്മള് ഇതൊക്കെ എന്തിനാണ് അവിടെ വെച്ചേക്കുന്നത്? എനിക്ക് കഴിക്കാനുള്ള ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഇതോ ഇത് കഴിക്കരുത് തന്നെ. അന്ന് ജയിലിൽ പോണതിന് മുമ്പുള്ള സാധനമാണിത്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ജയിൽ അതറിയത്തില്ലല്ലോ. ഇങ്ങനെ നന്നായിട്ട് പൊറോട്ട അടിക്കുന്നത് ജയിലുകാരെങ്ങനെ അറിഞ്ഞു? എങ്ങനെ ഇല്ലാത്ത കള്ളക്കേസ് കുടുക്കി അവിടെ കൊണ്ടുപോയി ഇപ്പൊ അവിടെ ഫുൾ ചപ്പാത്തി അടി പൊറോട്ട അടിയാണ് അവിടെ അടിക്കുന്നത്. ഞാൻ 1 ലക്ഷം രൂപ ഇപ്പൊ പരോള് കൊടുത്ത് ഇറക്കിയത് 5 ദിവസം കൊണ്ട് ഈ 1.5 വർഷം കഴിഞ്ഞ് വിടും. അതിനകത്തുള്ള മുഴുവൻ പൊറോട്ട അടിച്ച് വെക്കുന്നു. യോമാര് വല്ല കൊലപാതകം ചെയ്യണവരെ പിടിച്ചോണ്ട് പൊറോട്ട അടിക്കണവരെ പിടിച്ച് ജയിലിടുന്ന കാലം 5 ദിവസം കഴിഞ്ഞാൽ പുള്ളി പോവും. പെട്ടെന്നാവട്ടെ. ആയിരിക്കും കണ്ടപ്പോഴേ തോന്നി. പിന്നെ വെള്ളങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്നാവട്ടെ. അത് തീർക്കണം. കാന്റീനകത്തുള്ള
പിന്നെ അവിടെ തന്നെ എല്ലാം അവിടെ തരാമല്ലോ. എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പോകുന്നത്? ഫുഡ് ഞങ്ങൾ അവിടെ എത്തിച്ചാൽ പോരെ നമുക്ക്. ഞാനല്ല, ഞാൻ ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നവനാണ്. ഇതിനൊക്കെ എത്ര ദിവസം പാടും? ഇതെന്തോണോ ഈ സാധനം ഉണ്ടോ? ഇതെന്തോ സാധനം ഉണ്ടോ? ഇവിടെ ഇല്ല, വേഗം എല്ലാം തോന്നുന്നു. എടോ തന്റെ പേരെന്താ? ഈ വേണമെങ്കിൽ ഇത് മുഴുവൻ സാറിന് തന്നേക്കാം. ഇതെല്ലാം തന്നേക്കും. ഇതെല്ലാം എടുത്ത് വണ്ടിക്ക് വയ്ക്കാം. ഒരു കാര്യം, നമുക്ക് നിയമം ഉറപ്പാക്കിയാൽ മതിയാവും. ഇതെനിക്ക് ഇവിടെ നോക്കിയാൽ പരാതി ധാരാളം വന്നിരിക്കുകയാണ്. ആളുകളൊക്കെ ആകെ ഇളകിയിരിക്കുകയാണ്. മനസ്സിലായോ? ആളുകൾ അല്ലെങ്കിൽ ഇളകിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് അവർ കാശുവാശി വന്ന് കിടക്കുന്നത്. പക്ഷേ എന്റെ കൈ നോക്കിയിരിക്കാൻ പറ്റത്തില്ല, ഇളകിക്കൊണ്ടിരിക്കുന്നു. സാർ വിചാരിച്ചാലും അവർ ഇളക്കം തീർക്കാൻ പറ്റില്ല സാർ. കൈ കെട്ടി തന്നെ ഇരിക്കണം. അതൊന്നും ചെയ്യുന്നതല്ലെന്ന് പറഞ്ഞു. എന്റെ അപ്പൂപ്പന്റെ കുട്ടികൂടമാണ്. കുട്ടിപ്പ് ഉണ്ടാക്കുന്നില്ല, ഇതില്ലാതെ തന്നെ ഉണ്ടാക്കാതെ. എനിക്ക് സാമ്പിൾ എടുക്കണം, സാമ്പിൾ എടുക്കണം. സാറേ എന്ത് വേണം ചെയ്യാം. സാർ എന്ത് വേണം ചെയ്യാം. പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പുതിയ ബാധിക്കുന്ന ബന്ധത്തിൽ ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ ഒക്കത്തില്ല. മനസ്സിലായില്ലേ? ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് ഈ പഴകിയ ആഹാരങ്ങൾ മുഴുവൻ എന്തുമാത്രം പഴകിയതാണോ അതുകൊണ്ട് ആളുകളുണ്ടോ? സാർ വന്നപ്പോ മുതൽ പഴകി 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 പറയുന്നു. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ സാർ ഇപ്പൊ ഇത്രയും മിടുക്കനായിട്ട് ഓടിച്ചാടി കയറി ഇവിടെ വന്നില്ല. ഇന്ന് രാവിലെ സാർ എന്താ കഴിച്ചത്? ഞാൻ സാധാരണ സാറ് രാവിലെ പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത്. പഴങ്കഞ്ഞി? പഴങ്കഞ്ഞി പഴയതല്ലേ സാറേ? അതെ. ഈ പഴങ്കഞ്ഞിയുടെ ഗുണം രാവിലെ ഇപ്പം ചോറ് തലേന്ന് ഇച്ചിരി വെള്ളത്തിലിട്ട് രാവിലെ അതിങ്ങോട്ട് വാർത്തെടുത്ത് അതിനകത്ത് ഒരു 2 ഉള്ളി, ചെറിയ ഉള്ളി അങ്ങോട്ട് അരിഞ്ഞിട്ട് ചെറിയ 2 മുളകും അങ്ങോട്ട് കീറിയിട്ട് ഒരല്പം തൈരും അങ്ങോട്ട് ഒഴിച്ച് പുളിശ്ശേരി പഴയതുണ്ടെങ്കിൽ പിന്നെ കുടംപുളി ഇട്ട മീൻകറി ഉണ്ടെങ്കിൽ അതും ഇട്ട് അങ്ങോട്ട് രണ്ടായിട്ട് എവിടെ ഇങ്ങനോട്ട് വാങ്ങി തന്റെ കൃത്യനിർവഹണത്തിൽ വിട്ടുമെടുത്തത്. ഇയാൾ ഇവിടുത്തുകാരനല്ല, നമ്മുടെ ഇവിടെ ജീവനക്കാരനല്ല. അയാൾ പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി വന്നവനാണ്. അത് ശരിയാണ്. സാർ ഇങ്ങോട്ട് വരണം. സാർ എന്റെ കഞ്ഞിയിൽ പാറ്റയിടരുത്. സാർ ഇപ്പൊ അയാൾ പറഞ്ഞല്ലോ കൊടംപുളി. കൊടംപുളി എന്ന് പറഞ്ഞാൽ എന്താ സാറേ? 1 വർഷം കുടത്തിനകത്ത് വെച്ചിരുന്ന പുളിയാണ് സാറേ. ഇത് എന്തുവാ സാറേ ഈ പറയുന്നത്? നമ്മൾ വീട്ടിൽ കഴിക്കുന്ന സാധനം കപ്പ, പാട്ടക്കപ്പ, ഉണക്ക മീന്, കരിവാട്. സാറിന്റെ വായിക്കകത്ത് വെള്ളം ഊറുന്നില്ലേ? കരിവാട്, ഉണക്ക കരിവാട്, ചെമ്മീൻ. ആ സാറേ, ഇതൊക്കെ പിന്നെ പച്ചയ്ക്ക് കൊള്ളാമോ? അച്ചാറ് വേണ്ട. ലഹരി ഉണ്ടാക്കാൻ സാധനങ്ങൾ നോക്കണം. വൈന്, വീഞ്ഞ് ആരെങ്കിലും ഉണ്ടാക്കി ഇവിടെ കഴിക്കുമോ സാറേ? ഒരു 3 മാസം മിനിമം. പഠിച്ചാണല്ലേ സാറേ? വിന്നാഗിരി അതുകൊണ്ടാ സാറിനെ ഞാനൊക്കെ പഠിപ്പിക്കേണ്ടതില്ല. പഠിപ്പിക്കേണ്ട സാറേ ആഹാരം മാത്രമല്ല, പഴയ പാട്ടുകൾ. അതെ, പഴയ പാട്ടുകൾ, പഴയ ചിത്രങ്ങൾ, അങ്ങനെ എന്തെല്ലാം പഴയ സാറേ. പഴയെന്ന് പറയുന്നത് സാറേ ഇങ്ങനെ പുച്ഛിച്ച് തള്ളരുത് സാറേ. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പഴമയുടെ പൈതൃകം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് സാറേ, ഇത് എന്റെ അച്ഛന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്നതായിരുന്നു. ആ പൈതൃകം ഞാൻ കാത്തു സൂക്ഷിക്കുകയാണ് സാറേ. ഇതും ഇതിനകത്തിലെ മാവും. പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. സഹോദരി പ്ലീസ്, നിങ്ങളുടെ അപ്പൂപ്പനെവിടെ? ഈ നെടുങ്ങി കീഴായിട്ട് കിടക്കുന്ന അപ്പൂപ്പൻ ഇന്നലെ ജനിച്ചു വീണല്ലോ. പഴയ മനുഷ്യനില്ലേ, സ്വന്തം തള്ള പഴതള്ള ആയതുകൊണ്ട് എടുത്ത് കളയൂ. ഈ അപ്പൂപ്പനെ തള്ളി പിടിച്ചുകൊണ്ട് ഓടി വന്നാണ്ടല്ലോ. എന്റെ പൊന്നു സഹോദരി, പഴയതെന്ന് പറഞ്ഞ് പാവം അങ്ങേരല്ല, അങ്ങയുടെ അപ്പൂപ്പൻ പോലും ക്ഷമിക്കൂല. നമുക്ക് പഴയതാണ് വേണ്ടത്. നമ്മുടെ അപ്പൂപ്പനെ വേണം, അമ്മൂമ്മ വേണം. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പറയുന്നതാണ് സഹോദരി. അതാണ് കേട്ടിട്ടില്ല സാറേ, ഓൾഡ് ഈസ് ഗോൾഡ്. ഞങ്ങൾ അതേ ചെയ്യുന്നുണ്ട്. അല്ല നിങ്ങൾ പറഞ്ഞെനിക്ക് എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇത് കൂട്ടണം, അല്ലെങ്കിൽ ഞങ്ങളെ ഹർത്താൽ നടത്തും. അല്ല നിക്ക് നിങ്ങൾ
ഹർത്താൽ നടത്തണമെന്നില്ല. നിങ്ങളിപ്പോ പൂട്ടിക്കഴിഞ്ഞാൽ നാളെ ഞങ്ങൾ ഹർത്താൽ നടത്തും. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഇവിടൊക്കെ കയറി ഇതൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഹർത്താൽ നടത്തും. തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ നിങ്ങൾ ഇവിടെ ഇടപെടുകയാണ്. പിന്നെ ഇവിടെ നിങ്ങൾ ഹർത്താൽ നടത്തിയാലും ഞങ്ങൾ ഹർത്താൽ നടത്തിയാലും നിങ്ങൾക്കാണ് കുഴപ്പം. കാരണം നമ്മൾ നാളെ ഹർത്താൽ നടത്തുന്നു, ക്ലോസ്ഡ് ആണ്. മറ്റന്നാൾ ഈ ആഹാരം തന്നെ നിങ്ങൾ വീണ്ടും കഴിക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ നീണ്ടു പോകും തോറും നിങ്ങൾക്ക് തന്നെ കുഴപ്പം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. അണ്ണാ അടിക്ക്. ശരി ഇയാളെ പരിഹാരം ഉണ്ടാക്കാം. എന്താ വേണം? ഞങ്ങൾക്ക് ഇന്നത് ശക്തമായ നിയമ നടപടി എടുത്തേ മതിയാവും. ശരി, കാരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചിന്തിക്കും. ശരി ശരി. അപ്പൊ ഞാൻ ഇവിടെ കുറെ നാളായി, എനിക്കൊരു സജഷൻ പറയാനുണ്ട്. പറഞ്ഞോളൂ. എന്നെ ഇത് സാറിനും കുഴപ്പം വരില്ല, നമുക്കും കുഴപ്പം വരില്ല. അത് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കണം. വേണമല്ലോ, അത് വേണം, അത് തീർച്ചയായിട്ടും വേണം. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് നടപടിയെടുക്കാൻ നാളെ മുതൽ ഈ രീതിയിൽ ഇത് തുടരാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. അപ്പൊ അതിനെതിരായിട്ട് നമുക്ക് ഇനി ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഇതുപോലെ ഇവിടെ അപ്പൂപ്പനെ വിളിച്ചോണ്ട് വരണം പറ. ഒരു കഞ്ഞി കൂടെ കൊടുക്കട്ടെ? നിങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് പരിഹാരം ഉണ്ടാക്കി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യണം, നാളെ ഈ ഹോട്ടലിന് മുമ്പിൽ ഈ ബോർഡ് കൃത്യമായി വെച്ചിരിക്കണം. സാറെല്ലാം കരുതിക്കൂട്ടി തന്നെയാണല്ലോ. ഇത് കൃത്യമായി വെച്ചിരിക്കണം. എന്താ സാറേ ഇത്? എന്താ സാറേ വായിച്ചേ? നമ്മള് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരാന്ന് പറഞ്ഞിട്ട് സിവിൽ സപ്ലൈസ് വഴി വിൽക്കും. പുകയില്ല, പുക വഴി ആരോഗ്യത്തിന് ഹാനികരാന്ന് പറഞ്ഞിട്ട് കട മുഴുവൻ കൊണ്ട് നടന്ന് വിൽക്കും. ഇത് എനിക്ക് തോന്നിയില്ലല്ലോ സാറേ നേരത്തെ. സാർ ഇതുപോലെ ഒരു 3-4 കൂടെ കിട്ടും. എല്ലാ ഹോട്ടലിന് മുമ്പിലും നാളെ പോലും വെക്കാൻ തീരുമാനിച്ചിരിക്കണം. പൊതുജനങ്ങളെ അവരുടെ ഇതിനെ ബാധിക്കുന്ന ഒന്ന് വിചാരിക്കണം. ഇങ്ങനെ ബാധിക്കുന്ന ഒരു കാര്യം കണ്ടോ? ഇല്ല, സാറിന് മിക്കവാറും ഏറ്റവും നല്ല ഉദ്യോഗസ്ഥനുള്ള അവാർഡ് കിട്ടും. കാരണം ഇലയ്ക്കും കഴിയില്ല, മുള്ളിനും കഴിയില്ല. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ സാറേ, പശുവിന്റെ കടിയിൽ തീരും, സാറിന്റെ കടി തീർന്നാണ്. ഇത് പിടിച്ചോണ്ട് വേണം പൊറോട്ട. ഇവിടുത്തെ ഒരുത്തനല്ല പോയി ആ ഡിസ്റ്റംബറെങ്കിലും കൊണ്ടുപോവാ. ജിലേബി ചേർക്കണം പെട്ടെന്നാട്ട്. നാളെ ജിലേബി ഇടാനുള്ള ഡിസ്റ്റംബർ. പ്ലീസ് എല്ലാരും പോണം പ്ലീസ്. ഞങ്ങൾ ഈ ബോർഡ് വെക്കും, ഇവിടെ ബോർഡ് വെക്കും പ്ലീസ്. 2 കഞ്ഞി കൂടെ തന്നു വിടത്താ. എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോ? ഇല്ല, നമ്മൾ ഇവിടെ ക്യാൻറ്റീനിൽ വന്നിട്ടുണ്ടോ? ഞാൻ സച്ചിൻ റോയ് മാത്യു ഫ്രം ബംഗളൂരു. ഈ കോലാഹലങ്ങൾക്കെല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ചെയ്തെല്ലാം ഒരു ദിവസം മുമ്പ് ചേരുന്നെങ്കിൽ എനിക്ക് ഗതി വരില്ലായിരുന്നു. എവിടെയോ കളഞ്ഞു പോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെന്റെ ഓർമ്മയിൽ തിരയുന്നു. പൊലിഞ്ഞു പോയ ആ ജീവിതത്തിന് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.